വെഡിങ്ങിന് പറ്റുന്ന ഒരു പെർഫെക്റ്റ് ലുക്ക്. ഞാൻ വേറെ ചെയ്തേക്കുന്ന ഒരു റെഡ് ഷെയ്ഡ് ആട്ടോ. നമുക്ക് കുറച്ചൊന്ന് ഫേസ് ഒക്കെ ഒന്ന് ബ്രൈറ്റ് ആക്കുന്ന ഒരു റെഡ് ഷെയ്ഡ്. ഇതിൻ്റെ ഒരു 3 കളേഴ്സും കൂടി അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു സാരീൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. നമുക്ക് ഈസി ആയിട്ട് ഡ്രേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന, നമ്മുടെ ഷേപ്പിനനുസരിച്ച് വെയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാരി കേട്ടോ. ബോഡിയിൽ ത്രൂ ഔട്ട് ഒരു സ്ട്രൈപ്സ് പാറ്റേണിലുള്ള ബനാറസിയുടെ വീവിങ് സ്റ്റൈലാണ് കൊണ്ടുവന്നേക്കുന്നത്. ബനാറസിയിൽ ആ ഒരു യാൺസും ലൂറക്സ് യാൺസും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു വീവിങ് സ്റ്റൈൽ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാട്ടോ. അപ്പം ബോഡിയിൽ ത്രൂ ഔട്ട് ഈ ഒരു ലുക്ക് വരുന്നുണ്ട്. ആൻഡ് പല്ലുവിൻ്റെ പോർഷനിലും നല്ല റിച്ച് ആയിട്ട് നിൽക്കുന്ന പല്ലു, ഈ ഒരു സ്ട്രൈപ്സ് പാറ്റേൺ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ലൈറ്റ് ഗോൾഡും സിൽവറിൻ്റെ ഒരു കോമ്പിനേഷനാണ് കൊണ്ടുവന്നേക്കുന്നത്. ബ്യൂട്ടിഫുൾ. ആൻഡ് ബ്ലൗസ് പീസും റണ്ണിങ്ങിലാണ് വരുന്നത്. അതിനകത്തും കുറച്ചൊന്നും അടുപ്പിച്ചിട്ടുള്ള ഒരു സ്ട്രൈപ്സ് പാറ്റേണാണ് ബ്ലൗസിൽ വരുന്നത്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ലുക്ക് വരുമ്പോഴത്തേനും ആ ഒരു ബ്ലൗസ് ലുക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഫുൾ ലുക്ക് വരുന്നത് ഇങ്ങനെ ആയിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കോൺട്രാസ്റ്റ് ലുക്ക് ആണെങ്കിൽ ഗ്രീനൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഒരു കോൺട്രാസ്റ്റ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു ബോട്ടിൽ ഗ്രീൻ നേവി ബ്ലൂവിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ ഈസി ആയിട്ട് റെഡിൻ്റെ കൂടെ മാച്ച് ആവും. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു പർപ്പിൾ ഷെയ്ഡ് ലുക്ക് വരുന്നത്. ആൻഡ് ബ്ലൗസ് പീസ് ഒരു അടുപ്പിച്ച് സ്ട്രൈപ്സ് പാറ്റേണിലുള്ള ഒരു ബ്ലൗസ് പീസ് വിത്ത് വളരെ തിന്നായിട്ടുള്ള ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ലുക്ക് നമുക്ക് ഒരുപാട് ബോർഡേഴ്സ് ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് വളരെ തിന്നായിട്ടൊരു 3 ഇഞ്ചോളം വിത്തിൽ വന്നേക്കുന്ന ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് ആണ് ഇതിനകത്ത് പ്ലേസ് ചെയ്തേക്കുന്നത്. കുറച്ചൊന്ന് ഡാർക്ക് പാലറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വൈൻ റെഡ് ഷെയ്ഡ്, ബ്യൂട്ടിഫുൾ. എല്ലാ കളേഴ്സും ആ ഒരു വെഡ്ഡിങ്ങിന് പറ്റുന്ന കുറച്ചൊന്ന് ബ്രൈറ്റായിട്ട് നിൽക്കുന്ന കളേഴ്സാട്ടോ കൊണ്ടുവന്നേക്കുന്നത്. ആൻഡ് ബ്ലൗസ് പീസ് ഇതിനകത്ത് സെപ്പറേറ്റ്ലി അറ്റാച്ച് ചെയ്തേക്കുന്ന ടാസൽസ് ആണ് എൻഡിൽ കൊടുത്തേക്കുന്നത്. ആൻഡ് ഫൈനലി വന്നേക്കുന്നത് റൂബി റെഡ്. ബ്യൂട്ടിഫുൾ. ആൻഡ് ബ്ലൗസ് പീസ് DVSൻ്റെ കോഡിൽ അവൈലബിൾ ആക്കിയിട്ടുള്ള സാരീസിൻ്റെ ഒരു കളക്ഷൻ ആട്ടോ. 4 കളേഴ്സാണ് വന്നേക്കുന്നത്. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് DVS 186, പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത് 4319. ഇത് ട്രിപ്പ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഈ ഒരു 4 സാരീസിൻ്റെ കോഡും ഈ ഒരു വീഡിയോൻ്റെ താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ജാംദാനി സ്റ്റൈൽ എന്ന് പറയുമ്പം പൊതുവെ എൻ്റെ പാരൻസിനൊക്കെ എനിക്ക് ജാംദാനി സ്റ്റൈൽ ഭയങ്കര ഒരു ഇഷ്ടമാണ് കേട്ടോ. ഒത്തിരി കസ്റ്റമേഴ്സ് എൻക്വയറീസിന് വരുന്നതും ജാംദാനി സാരീസ് കളക്ഷൻസുമാണ് കൂടുതലും എടുക്കാറുള്ളത്. അപ്പം ഈ ഒരു കോട്ടൺ ബ്ലെൻഡിൽ വന്നിട്ടുള്ളൊരു ജാംദാനി വീവിങ് സ്റ്റൈൽ സാരീസാണ് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത്. ഒരു 4 ഷെയ്ഡാണ്. ഫസ്റ്റ് വൺ ഞാൻ വേറെ ഇരിക്കുന്ന ഒരു മോവ് ഷെയ്ഡും, അതുപോലെ ഒരു ഗ്രേ ഷെയ്ഡ് ആൻഡ് ഒരു ഗ്രീൻ ആൻഡ് ഒരു ബേജ്, ഒരു മസ്റ്റർഡ് യെല്ലോ ഷെയ്ഡൊക്കെ ആയിട്ട് വരുന്നൊരു ഷെയ്ഡാണ് കേട്ടോ. 4ഉം ഒരു ഡിഫറെൻറ്റ്, ഒത്തിരി ഡാർക്ക് അല്ലാത്തൊരു ലൈറ്റഡ് ടോണിലാണ് വന്നിരിക്കുന്നത്. ഞാൻ ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഫസ്റ്റ് വൺ വരുന്ന ഇതാണ്. നമുക്ക് ജാംദാനി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും ഒരു മോസ്റ്റ് ഫേവറേറ്റ് ആയിരിക്കും അല്ലേ. ഒരു കാഷ്വൽ വെയറിനും ഡെയിലി യൂസിനൊക്കെ പറ്റുന്നൊരു സാരിയുടെ ഒരു കളക്ഷനും കൂടെയാണ് കേട്ടോ. ആൻഡ് ഇതാണ് എൻ്റെ ബോഡി പോർഷൻ വരുന്നത്. ഇതാണ് പല്ലു. പല്ലുവിലൊക്കെ ആ ജാംദാനിയുടെ വീവിങ് നല്ലൊരു ഗ്രീനിൻ്റെയും ഒരു യെല്ലോയുടെയും ത്രെഡിൻ്റെ വീവിങ് വരുമ്പോൾ തന്നെ കുറച്ചും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആൻഡ് ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. ബ്ലൗസ് പീസും സ്കാറ്റേഡ് ആയിട്ടുള്ള ത്രെഡിൻ്റെ വീവിങ് ജാംദാനിയുടെ വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ബോർഡറിങ് ഡീറ്റെയിലിംഗ് വരുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു മസ്റ്റർഡ് യെല്ലോ ഷെയ്ഡാണ്. നമുക്ക് വേണമെങ്കിൽ കോൺട്രാസ്റ്റ് ഷെയ്ഡും ബ്ലൗസ് ഇട്ടാലും പെയർ ചെയ്യാവുന്നതാണ്. ഒരു ഗ്രീൻ അല്ലെങ്കിൽ ഒരു മെറൂൺ ഷെയ്ഡൊക്കെ ഇട്ടാലും പെയർ ചെയ്യാവുന്ന കുറച്ചും കൂടെ ഒരു ഭംഗിയായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ റണ്ണിങ്ങിൽ വന്നിരിക്കുന്ന ബ്ലൗസ് ആയിരിക്കും ഓൾറെഡി കുറച്ച് വർക്ക് വരുന്നത് കൊണ്ട് അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ഓപ്ഷൻ. ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡാണ്. സെൽഫ് ടാസിൽസും കൂടെ വരുന്നുണ്ട്. ആൻഡ് ഇതാണ് സെക്കൻഡ് ലുക്ക് വരുന്നത്. ഇതിലാണെങ്കിൽ ഒരു ബ്ലൂവിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് കുറച്ചും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇതാണ് എൻ്റെ ബ്ലൗസ് പീസ്. ബ്ലൗസ് പീസിലും സ്കാറ്റേർഡ് ആയിട്ട് തന്നെ ആ ജാംദാനിയുടെ വീവിങ് വരുന്നുണ്ട്.
ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷനിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതാണ് സെക്കൻഡ് ലുക്ക് വരുന്നത്. ഇങ്ങനെ ഇതിൻ്റെ കൂടെ നേവി ബ്ലൂ ബ്ലൗസൊക്കെ ഇട്ടാലും കുറച്ചും കൂടെ ഒരു ക്ലാസി ലുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ആൻഡ് തേർഡ് വൺ വരുന്നത് ഈ ഒരു ഗ്രേ ഷെയ്ഡാണ്. ടീച്ചേഴ്സ്മാരൊക്കെ ആണെങ്കിൽ നമുക്ക് സ്കൂളിലൊക്കെ കോളേജിലൊക്കെ വേറെയും വളരെ എളുപ്പത്തിൽ നമുക്ക് ഉടുത്തെടുക്കാൻ പറ്റുന്നതും കൂടെയാണ്. ഒത്തിരി ചൂടെടുക്കുന്ന മെറ്റീരിയലും കൂടെയല്ല, ക്ലൈമറ്റ് ഫ്രണ്ട്ലി മെറ്റീരിയലും കൂടെയാണ്. നോർമലി കോട്ടൺ എന്ന് പറയുമ്പം എല്ലാവരും ഒരു സമ്മർ ടൈമിൽ ചൂസ് ചെയ്യുന്നൊരു മെറ്റീരിയൽ അല്ലേ കോട്ടൺ. ആൻഡ് ഇതാണ് ലാസ്റ്റ് വരുന്നത് ഒരു ഗ്രേ ഷെയ്ഡ്. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. ബ്ലൗസ് പീസിലും ആ ഒരു ജാംദാനി വീവിങ് സ്റ്റൈൽ തന്നെ കൊണ്ടുവരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ പല്ലു. ആൻഡ് ലാസ്റ്റ് വൺ വരുന്നത് ഞാൻ വേറെ ഇതിൻ്റെ മോവ് ഷെയ്ഡാണ് കേട്ടോ. അതിൻ്റെ പല്ലുവിലും ആ ഒരു ഗ്രീനിൻ്റെയും ആ ഒരു നേവി ബ്ലൂയുടെയും തന്നെ ഒരു ഇൻഫ്ലുവൻസ് വരുന്നുണ്ട്. ഫുള്ളും ജാംദാനി വീവിങ്ങിൽ ചെയ്തെടുത്തിട്ടുള്ള കോട്ടൺ ബ്ലെൻഡിൽ വരുന്ന സാരിയാണ് കേട്ടോ. കോഡ് വരുന്നത് JMS 181 എന്ന കോഡാണ്. പ്രൈസ് റേഞ്ച് വരുന്നത് 2419 ആണ് കേട്ടോ. ഒരു ഫോട്ടോ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് www.aham.store. കളർഫുൾ കളക്ഷൻസ് എപ്പോഴും ഒരേപോലത്തെ ഒരു പാറ്റേൺസ് ഇട്ട് അല്ലെങ്കിൽ സിംഗിളായിട്ടുള്ള സെൽഫ് കളേഴ്സ് ഇടുമ്പം ഒന്ന് വെറൈറ്റി ആയിട്ട് നിൽക്കാൻ ആർക്കായാലും തോന്നും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഫസ്റ്റ് വൺ വരുന്നത് ബ്യൂട്ടിഫുൾ കളർഫുള്ളായിട്ട് നിൽക്കുന്ന ഈ ഒരു പ്യുവർ ടെസറിൽ വന്നിട്ടുള്ള അൺസ്റ്റിച്ച്ഡ് സൽവാർ സെറ്റാണ് നോക്കാൻ പോകുന്നത്. ബോഡിയിൽ നമുക്ക് ഫുള്ളായിട്ട് ഒരു ബ്ലോക്ക് പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ദുപ്പട്ട വരുന്നതും പ്യുവർ ടെസറിൽ തന്നെ. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് ദുപ്പട്ടയിൽ നമുക്ക് ഫുള്ളായിട്ട് ഒരു ബ്ലോക്ക് പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. സെൽഫ് ടാസിൽസ് കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് PVയിൽ വന്നിട്ടുള്ള സോളിഡ് ബോട്ടം. ദിസ് ഈസ് ദ ലുക്ക്. നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് വിത്ത് ബ്ലോക്ക് പ്രിൻറ്റ്. ദുപ്പട്ട വരുന്നത് ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്ന് സ്റ്റിച്ച് ചെയ്തിടുമ്പം ഭയങ്കര കംഫർട്ടായിട്ടൊന്ന് ഒതുങ്ങി കിടക്കുകയും ചെയ്യും. ആൻഡ് ദിസ് ഈസ് ദ ലുക്ക്. PVയിൽ വന്നിട്ടുള്ള സോളിഡായിട്ടുള്ള ബോട്ടം. ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ്. അല്ലെങ്കിൽ ഒരു സരി വർക്കോ ബീഡ് വർക്കോ നിങ്ങൾക്ക് കൊടുത്തൊന്നും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ആൻഡ് PVയിൽ വന്നിട്ടുള്ള സോളിഡ് ബോട്ടം. ദുപ്പട്ട ഇതിൽ നമുക്ക് ദുപ്പട്ടയിൽ രണ്ട് സൈഡിലും അപ്പറിലും ലോവറിലും നമുക്കൊരു സരി വീവിങ് സ്റ്റൈൽ, ഒരു ഗോൾഡൻ ആൻഡ് സിൽവർ സരി വീവിങ് സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് ദ ലുക്ക്. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് MNH 468. പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 5699. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് വെബ്സൈറ്റ് www.aham.store.